പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയവർക്ക് 1000 നന്ദി രേഖപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമ്മൾക്ക് 10 പഞ്ചായത്തിലും കൂടി 31,000 വോട്ട് ലഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. എന്നാൽ മനോരമയോ മാതൃഭൂമിയോ ഇവിടുത്തെ ചാനലുകളോ ഒന്നും ഇത് മറച്ചു വയ്ക്കുകയാണ് ചെയ്തത്. അവർ ധൈര്യമുണ്ടെങ്കിൽ എല്ലാം അന്വേഷിച്ചിട്ട് അവർ റിപ്പോർട്ട് നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ 2000 കുടുംബത്തിന് വെള്ളം കൊടുത്ത് 5 ദിവസം വെള്ളം കൊടുത്ത ചാത്തമംഗലം, ചാറ്റുകോട്, മാട്ടായി, കോതശ്ശേരി, അകമ്പാടം, സെറ്റിൽമെൻറ്റ് കോളനി ഉൾപ്പെടെ പിന്നെ വടക്കേക്കാട്, ചൊട്ടിപ്പാറ, നവരങ്കോട്, ചുള്ളിച്ചാല, കൊമ്പംകോല് എന്നീ 4 വാർഡുകളിൽ 2000 കുടുംബത്തിന് 2019 വെള്ളം കൊടുത്ത് 2011 ജയിലിൽ പോവുകയും 2019 അത് സ്റ്റാറ്റസ് കോയി മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലൈസ് ചെയ്ത് മീറ്റർ വെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം അപ്പോൾ അത് ഒന്ന്, പിന്നെ 500 ആൾക്ക് TV മൊബൈൽ കൊടുത്തു. അപ്പോൾ ഇവർ കളിയാക്കുകയാണ്. അത്യാവശ്യം കോൺഗ്രസ്സുകാരും ഇവരും ഒന്നും വോട്ടൊന്നും പിടിക്കില്ല, കൂടുതൽ 2000 3000 വോട്ട് പിടിക്കുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഓരോ പഞ്ചായത്തിലും വോട്ട് ചെയ്തവർ ഇത് എത്ര ചെയ്തു എന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. മുതലമുട മുതൽ നെല്ലിയാമ്പതി മുതൽ നെന്മാറ, അയിലൂർ, ഇലവഞ്ചേരി, പല്ലശ്ശേന, കൊല്ലംകോട്, പൂന്നേരം, വടവന്നൂർ, കൊടുവായൂർ എന്നീ പഞ്ചായത്തുകളാണ് നെന്മാറ നിയമമണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്തവർ ഒന്ന് ഇതിൽ അടിക്കുറപ്പായി രേഖപ്പെടുത്തിയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഈ 10 പഞ്ചായത്തിലും കൂടി 31,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാൽ 50,000-ൻ്റെ അടുത്ത് വോട്ട് പിടിക്കുന്നവർക്ക് ആർക്കും ജയിക്കാം. ഇടതുപക്ഷത്തിനായാലും ശരി, കോൺഗ്രസ്സിനായാലും ശരി, സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണെങ്കിലും ശരി, BJPക്കാണെങ്കിലും ശരി, BJPയുടെ NDA സ്ഥാനാർത്ഥിയായാലും ശരി, 50,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ ജയിക്കാമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അതുകൊണ്ട് 81-82% പോളിംഗ് നെന്മാറയിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചാൽ, അതായത് ഇപ്പോൾ 31,000 ഉണ്ട് എന്നാണ് എൻ്റെ റിപ്പോർട്ട്. നെന്മാറയിലാണ് ഏറ്റവും കൂടുതൽ കനത്ത പോളിംഗ് നൽകിയിരിക്കുന്നത്. അത് 13,000 വോട്ട് വരെ. വിത്തനശ്ശേരി, പിന്നെ നെന്മാറ, വല്ലങ്ങി, പുളിക്കൽത്തറ, പഴതരക്കാട്, നെന്മാറപ്പാടം, പിന്നെ അപ്പംപാറ എന്നീ വാർഡുകളും, പിന്നെ കൊടുവളപ്പാറ, പിന്നെ ചെമ്മന്തോട്, പോത്തുണ്ടി, മാട്ടായി എന്നീ വാർഡുകളും, പിന്നെ കേപ്പഞ്ചേരി എന്നീ പ്രദേശങ്ങളും, അയിലൂർ പഞ്ചായത്ത് ഉൾപ്പെടെ നെല്ലിയാമ്പതി ഉൾപ്പെടെ ഏകദേശം 31,000 വോട്ട്, നെല്ലിയാമ്പതിയിൽ 1000 വോട്ട് ലഭിക്കുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് ഇവരെ എടുത്ത സർവേ ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വെട്ടിക്കൂട്ട് സർവേയാണ് മാതൃഭൂമിയുടെ. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് 100 സീറ്റിലധികം അധികാരം പിടിച്ച് ജയിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. മാതൃഭൂമി, മനോരമയെല്ലാം സർവേ തെറ്റായ സർവേയാണ്. ഇവിടെ നെന്മാറ പഞ്ചായത്തിൽ, നെന്മാറ നിയമമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്നോ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പത്രത്തിൽ ഒരു വരി പോലും എഴുതാത്ത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ആണ് എന്നെ കണക്കാക്കിയത്. അപ്പോൾ മനോരമയും മാതൃഭൂമിയെല്ലാം എഴുതിത്തള്ളിയ സമയത്തും, പിന്നെ നമ്മുടെ പത്രത്തിന് വേണ്ടിയിട്ട് അവിടെ പ്രസ് ക്ലബ്ബിൽ മീറ്റിംഗ് കൂടിയ സമയത്ത് 1500 കെട്ടി അതുപോലും കൊടുക്കാത്ത ആളുകളാണ് ഈ ചാനലുകാരും പത്രമാധ്യമങ്ങളും. അത് യഥാർത്ഥ ഈ കണക്ക് അറിയാത്തത് കൊണ്ട് അവർ വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇത് തെറ്റായ നടപടിയാണ്. ഒരു വിഭാഗത്തിനെയും മാത്രം, CPM-നെയും BJP-നെയും കോൺഗ്രസിനെയും മാത്രം പൊക്കിക്കൊണ്ട് നേരത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന പ്രേമനെ തോൽപ്പിച്ച ആളാണ് ഞാൻ. പഞ്ചായത്തിൽ DIC-യിൽ നിന്ന് എനിക്ക് 434 വോട്ടും, പ്രേമനെന്ന് 418 വോട്ടും, 16 വോട്ടും, എനിക്ക് 434 വോട്ടും, BJPക്ക് 9 വോട്ടും, കൈച്ചിഹ്നത്തിൽ 46 വോട്ടും ലഭിച്ചിട്ടുണ്ടായി. അപ്പോൾ 18 വോട്ടിന് ജയിച്ച ഒരു വ്യക്തിയാണ് നേരത്തെ പ്രേമനെ തോൽപ്പിച്ച വ്യക്തി. ബാബുവിനെ തോൽപ്പിക്കാൻ വേണ്ടി പഞ്ചായത്തിൽ അന്ന് കാര്യമായിട്ട് വർക്ക് ചെയ്ത ആളും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിസ്സാരമായി കണക്കാക്കുന്ന ആളുകളെല്ലാം വലിയ ആളുകളാകും. പിന്നെ വലിയ ആളുകൾ എന്ന് പറയുന്ന കോടിക്കണക്കിന് ഉറുപ്പികയുള്ളവർക്ക് മാത്രം ഇവിടെ പണിയെടുത്താൽ പറ്റുള്ളൂ എന്നൊരു
ഇതെല്ലാം തെറ്റായ കീഴ്വഴക്കമാണ്. പൈസയില്ലാതെയും ഇവിടെ ജീവിക്കാം, പൈസയില്ലാതെയും ഇവിടെ ഇലക്ഷൻ നിൽക്കാം എന്ന ഉദാഹരണമാണ്. 11,500 മാത്രം ചിലവ് ചെയ്ത് ഞാൻ ഇവിടെ ഇലക്ഷൻ നിന്നിരിക്കുക. 10,000 റുപ്യ കെട്ടി 1,500 റുപ്യ പത്ര സമ്മേളനം വിളിച്ച് പത്രത്തിൽ ഒരു വരി പോലും എഴുതാത്ത മനോരമ മാതൃഭൂമിക്കാർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാമുണ്ട്. അതിനെ കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുകയും നമുക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ആശംസ നേരുകയും കഴിഞ്ഞു പോയ ഈസ്റ്റർ പെരുന്നാൾ പിന്നെ വേറെ ആശംസകളും അതോടൊപ്പം വരുന്ന മറ്റേ വിഷു ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.